ഹായ്. നമുക്കൊരു പ്രശ്നം വന്നാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ, നമ്മൾ ഒരാളെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നാളെ വേറൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അയാളെയാണ് തേടുക, ആ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ആദ്യത്തെ തവണ അവർ അവൈലബിൾ ആവും, രണ്ടാമത്തെ തവണയും അവർ അവൈലബിൾ ആവും, മൂന്നാമത്തെ തവണ ചിലപ്പോൾ അവർ അവൈലബിൾ ആവണമെന്നില്ല. പിന്നെ ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരെ തേടുക. നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും പിന്നെയും പ്രശ്നങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ ഇപ്പോഴും അവര് ഉണ്ടാവണമെന്നില്ല നമ്മുടെ കൂടെ. അപ്പൊ ആ സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമിക്കുന്നത് നമ്മുടെ കറന്റ് പ്രശ്നമല്ല, നമ്മൾ ആ ഓടിച്ചെല്ലുന്ന നമ്മുടെ സങ്കടം കേൾക്കാൻ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആള് ഇല്ലല്ലോ എന്ന് ആലോചിച്ച്, അതാണ് പിന്നീട് ഏറ്റവും വലിയ പെയിൻ ആവുന്നത്. അത് നമ്മളെ വല്ലാതെ ഡൗൺ ആക്കും. അയാൾ ഇല്ലല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ വല്ലാതെ ഡൗൺ ആവും. പിന്നെ എന്താണെന്ന് അറിയോ, നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളെല്ലാം നമുക്ക് തന്നെ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ, നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളാണ് അത് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കി, നമ്മൾ അതിനെ വെറുതെ മറ്റു ഡൈമെൻഷനിലോട്ട് കൊണ്ടുപോയി അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. ആക്ച്വലി അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വേറെ ഒരാൾ ഇമോഷണൽ സപ്പോർട്ട് തേടരുത്. ഇടയ്ക്കൊക്കെ പോലെയല്ല. കാരണം നമ്മൾ അതിനെ അങ്ങനെ നമ്മുടെ മൈൻഡിനെ ബ്രെയിനിനെ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കാര്യം നമ്മൾ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ്. സോ ലൈഫിൽ എന്ത് കാര്യം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും അതിനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക, അതിനൊറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ. കാരണം ഇന്ന് നമ്മുടെ കൂടെ ഉള്ള പലരും നാളെ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് എടുക്കാൻ ശ്രമിക്കുക, ഒറ്റയ്ക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ.